ഗായിക പുഷ്പവതിയെ തനിക്കറിയില്ലെന്ന് ശ്രീകുമാരൻ തമ്പി. ചാലയിലെ തൊഴിലാളികളെ പറ്റി അടൂർ പറഞ്ഞതിനോട് യോജിക്കുന്നു. മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യമുണ്ടെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു അടൂരിന്റെ സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ വെച്ചുള്ള ആ ഒരു പ്രസ്താവന. അതിനോട് യോജിക്കുന്ന തരത്തിൽ പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയും പ്രതികരിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം? അത് തന്നെയാണ് വിനിഷ. ശ്രീകുമാരൻ തമ്പി അടൂരിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അടൂര് പറഞ്ഞതിൽ ഉറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അല്ലെങ്കിൽ പ്രതികരണമായിരുന്നു അല്പസമയം മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. ശ്രീകുമാരൻ തമ്പി സൂചിപ്പിക്കുന്നത് അത്തരത്തിൽ അടൂർ എന്ന വലിയ മനുഷ്യൻ അത്തരത്തിലൊരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അതിനിടയിൽ തടസ്സം സൃഷ്ടിക്കാൻ പുഷ്പവതി എന്ന ഗായിക ആരാണ് എന്നതാണ് ഈ ശ്രീകുമാരൻ തമ്പിയും ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും അടൂർ ഇതേ രീതിയിലുള്ള ചോദ്യം ആവർത്തിച്ചിരുന്നു. ആരാണ് എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ, അവർക്ക് എന്താണ് അവകാശം, അധികാരം എന്നതടക്കമുള്ള കാര്യങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിന് പിന്തുണയും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയും ഇതേ ചോദ്യം ആവർത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പുഷ്പാവതിയെ തനിക്ക് അറിയില്ലെന്നും അത് തന്റെ അറിവില്ലായ്മ ആയിരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പരാമർശമായ ഈ SC/ST വിഭാഗത്തിലെ ആളുകൾക്ക് സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപ നൽകുന്നത് വീതിച്ചു നൽകണം എന്നുള്ളത്, അതായത് 3 വീതിച്ചു നൽകണം എന്ന പരാമർശമുണ്ടായിരുന്നു. അതും ഈ ശ്രീകുമാരൻ തമ്പി പറയുന്ന ആ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ 1.5 കോടി രൂപയുടെ മൂല്യം അല്ലെങ്കിൽ 1.5 കോടി രൂപയ്ക്കുള്ള സിനിമ ഇല്ല എന്നാണ്. അതായത് 4 സിനിമകളാണ് ഈ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ 4 സിനിമകളും മികച്ച സിനിമകളാണ് എന്ന് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ വേദിയിലും അതോടൊപ്പം തന്നെ മറ്റു ഇടങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ 4 സിനിമകളും 1.5 കോടി രൂപയ്ക്ക് ഇല്ല എന്ന പരാമർശവുമായി ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് മറ്റൊരു പരാമർശം, അതായത് ചാലയിലെ തൊഴിലാളികൾ, ഈ തൊഴിലാളികൾ IFFK വേദിയിൽ ഇത്തരത്തിൽ സിനിമകൾ കാണാൻ വേണ്ടി ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട് എന്നുള്ളത്, അത് ഉറച്ചു നിന്ന ഒരു നിലപാട് തന്നെയാണ് ഇദ്ദേഹവും സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്ന പരാമർശമാണ് ശ്രീകുമാരൻ തമ്പിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും അടൂർ പറഞ്ഞ എല്ലാ പ്രസ്താവനകളെയും എല്ലാ പ്രതികരണങ്ങളെയും പിന്തുണച്ചുള്ള ഒരു നിലപാടാണ് ശ്രീകുമാരൻ തമ്പി എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വിമർശനവുമായി ബന്ധപ്പെട്ട്, അതായത് SC/ST വിഭാഗക്കാർക്കെതിരെയുള്ള പരാമർശത്തിൽ അടൂരിനെതിരെ വ്യാപക പ്രതിഷേധം നടക്കുന്ന ഈ ഒരു വേളയിലാണ് വേദിയിൽ സമാപന സമ്മേളന വേദിയിൽ പങ്കെടുത്ത ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. വിനിഷ.